ശരി, റെജി ലൂക്കോസ്, ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ CPM പ്രതിനിധി ഇല്ല, അത് അങ്ങേക്ക് മനസ്സിലായല്ലോ. അങ്ങിപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്നു. ഈ വിഷയം വ്യത്യസ്തമാകുന്നത് ഇതിൽ കോടതി ഇടപെട്ടിട്ടുണ്ട്, ഇതിൽ മന്ത്രിയും ഇടപെട്ടിട്ടുണ്ട്. മന്ത്രിയും കോടതിയും ഇടപെട്ടിട്ടും ഈ കാര്യം നടപ്പാവുന്നില്ല എന്നാണ്. ശ്രീജിയുടെ മരണത്തിലേക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. മന്ത്രി വന്ന് ബില്ല് പാസ്സാക്കട്ടെ, മന്ത്രിയുടെ ആളല്ലേ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഉദ്യോഗസ്ഥർ, അവരാണ് ഈ കൊല നടത്തിയിരിക്കുന്നത്. കൊല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മരണത്തിലേക്ക് നയിച്ചത് അവരാണ്. എന്താണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? 3 പേരുടെ സസ്പെൻഷൻ. അതിലപ്പുറം ഒരു നടപടിയും നമ്മൾ കാണുന്നില്ല. ഇത് ആരുടെ വീഴ്ചയാണ് ആത്യന്തികമായി? സ്മൃതി, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയണം. ഒന്ന്, ഇതൊരു കൊലപാതകം ആണെന്നുള്ള കാര്യത്തിൽ സ്മൃതിയുടെ വേഷനോട് എനിക്കും വലിയ എതിർപ്പൊന്നുമില്ല. കാരണം പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ തേർവാഴ്ചയ്ക്കെതിരെ പൊതുസമൂഹം ഉണരേണ്ട കാലം വളരെയധികം വൈകിയെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ആ കുറ്റം നമ്മളിൽ തന്നെ ചേർത്തണം. കാരണം ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന എല്ലാ വൃത്തികെട്ട പരിപാടികളും മനുഷ്യദ്രോഹങ്ങൾക്കും സാമൂഹ്യ ദ്രോഹങ്ങൾക്കും ഒരു മനുഷ്യന്റെ ഒരു ഫയൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നത് 1 വർഷം വരെ നീട്ടിക്കൊണ്ടുവന്ന ഉദ്യോഗസ്ഥന്മാരെ ആരെങ്കിലും വിമർശിക്കുകയോ അവർക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അത് പാടില്ല, ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ ഓച്ചാനിച്ച് നിന്നോണെന്നും പറഞ്ഞ നരേഷൻ കുറേ മാധ്യമങ്ങളും കുറേ പ്രതിപക്ഷങ്ങളും ഇവിടെ കുറേ നാളുകളായിട്ട് പുലർത്തുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം ADMന്റെ ആത്മഹത്യ. ADM കുറ്റവാളിയെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ADMന്റെ ആത്മഹത്യയിൽ ഏതാണ്ട് 1.5 മാസക്കാലം ആ ചർച്ചയിലൊക്കെ പങ്കെടുത്തതാണ് ഞാൻ. ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു ചർച്ച നടത്തിയത്. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരെക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയാൽ സാമൂഹ്യ പ്രവർത്തകരോ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ള തലങ്ങളിലുള്ളവരോ ഒരു സാധാരണക്കാരനോട് അല്ല, ഒരു ഉദ്യോഗസ്ഥന്റെ മരണമാണ് സംഭവിച്ചത്. അല്ല, ഞാൻ പറഞ്ഞ അതെന്ത് തരം താരതമ്യമാണ്? അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് സ്മൃതി. അല്ല, ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന തെറ്റുകളെ വിരൽ ചൂണ്ടുമ്പോൾ അത് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു നരേഷൻ സൃഷ്ടിക്കുന്നത് ഇവിടെ തങ്ങളെ ചൂണ്ടപ്പെടുന്നത് എന്നുള്ളതും കൂടി അങ്ങ് ആലോചിക്കൂ. സിസ്റ്റം ഫെയിലിയർ ഏതൊക്കെ കാര്യങ്ങളിൽ കണ്ടു നമ്മൾ. മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടത്തിന്റെ ഭാഗം തകർന്ന് ഒരു സ്ത്രീ മരിച്ചല്ലോ. ആ മരണമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എന്തായി റിപ്പോർട്ട്? എന്തായിരുന്നു അന്വേഷണ റിപ്പോർട്ട്? ആരുടെ വീഴ്ചയായിരുന്നു? സിസ്റ്റത്തിന്റെ ഫെയിലിയർ എന്ന് മന്ത്രി പറഞ്ഞു. ആ സിസ്റ്റം ഫെയിലിയറിൽ ആർക്കെതിരെ നടപടി ഉണ്ടായി? എന്താണ് അവസാനം കളക്ടർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്? ഇതൊക്കെ കേരളം കാണുകയല്ലേ. അല്ല സ്മൃതി, ആ സിസ്റ്റത്തെ നേരായ രീതിയിൽ ചലിപ്പിക്കാൻ ഒരു സർക്കാരോ പൊതുസമൂഹമോ ഇവിടുത്തെ ശ്രമിക്കുമ്പോൾ ജയിപ്പിച്ച് വിട്ടു. പിന്നെ ആരാണ് ചെയ്യേണ്ടത്? പൊതുസമൂഹം എന്ത് ചെയ്യണമെന്നാണ് ഈ പറയുന്നത്? അല്ല, അത് നിങ്ങളുടെ തെറ്റായ ധാരണ. ജനാധിപത്യത്തിൽ ഏത് സർക്കാരിന്റെ ജോലി എന്താണ് ശ്രീ റെജി ലൂക്കോസ്? അല്ല, സർക്കാർ മാത്രം അല്ല സ്മൃതി, എന്നെ കൊണ്ട് ഒരു വാചകം പറയാനായിട്ടൊന്ന് സമ്മതിക്കും, എന്നിട്ടാട്ടെ ഇങ്ങനെ കയറി പറയാനായിട്ട്. ഒരു സർക്കാർ ഏതെല്ലാം രീതിയിൽ ചലിപ്പിച്ചാലും പൊതുസമൂഹത്തിന്റെ ഒരു അവയർനെസ് അതിനോടൊപ്പം വേണമെന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഒരു പൊതുപദമാണ്. അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ മാധ്യമങ്ങൾ കൂടെ പങ്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. മുഹമ്മദ് ഷാ പോലും അത് എതിർക്കരുതെന്ന് എനിക്ക് തോന്നുന്നു. മാധ്യമങ്ങളാണ് ഈ വാർത്ത വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്രീ റെജി ലൂക്കോസ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. മാധ്യമമല്ലേ ഈ ചർച്ച ചെയ്യുന്നത്? അല്ല, ഞാൻ മാധ്യമങ്ങളെ അടങ്ങലെ കുറ്റപ്പെടുത്തിയതല്ല. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഇല്ല എങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥ കുത്തഴിയും. അതിലൊക്കെ തർക്കം. ഞാനും ആ പിന്നാമ്പറത്തോടെ വന്നയാൾ തന്നെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ സിസ്റ്റത്തെ മാത്രം നിങ്ങൾ പറയുമ്പോൾ ഒരു സിസ്റ്റം മാത്രം മനസ്സ് വെച്ച് ചലിച്ചാൽ ഒരു സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊരു 80% ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തകർ? എന്തിനാണ് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ? ഇപ്പൊ കുറെ നാളുകളായിട്ട് ഒരു സാമൂഹ്യ പ്രവർത്തകനോ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ഫോൺ കോൾ ചെയ്യാൻ പേടിയാ. കാരണം ഈ ഉദ്യോഗസ്ഥരെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകർ ഇടപെടേണ്ട ഉദ്യോഗസ്ഥരെല്ലാം കൂട്ട ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെല്ലാം രീതിയിലുള്ള വക്രീകരണം ഉണ്ടായി വെറും രാഷ്ട്രീയത്തിന്റെ പേരിൽ. ഇപ്പൊ ഈ വിഷയത്തിൽ സിസ്റ്റത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തില്ല. ആ സ്കൂളിന് ഒരു ഉത്തരവാദിത്തമില്ലേ? അതൊരു എയ്ഡഡ് സ്കൂളാ. ആ വാർത്തയൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്കൂളിന് ഉത്തരവാദിത്തമില്ലേ? 12 വർഷമായിട്ട് ഒരു പാവം ടീച്ചർ ജോലി ചെയ്തിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം കൊണ്ട് ശമ്പളം കൊടുക്കുന്നില്ല. ഹൈക്കോടതി വരെ നിർദ്ദേശിച്ചു, മന്ത്രി നിർദ്ദേശിച്ചു. ഇത് തന്നെയല്ലേ നമ്മുടെ താമരശ്ശേരിയിൽ 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു പാവം ഒരു ടീച്ചർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിരൽ ചൂണ്ടുമ്പോൾ അത് ആ വിരൽ ചൂണ്ടുന്നവർക്കെതിരെ നിങ്ങൾ വിരൽ ചൂണ്ടും. ഞാൻ പറഞ്ഞ പർട്ടിക്കുലർ ആയിട്ടൊരു മാധ്യമത്തിലല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സിസ്റ്റം ശരിക്കും
ചലിക്കണമെന്നുണ്ടെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും സർക്കാർ ഒരുപോലെ പ്രവർത്തിക്കണം. ഒരു ഗവൺമെന്റ് മാത്രം കുറ്റപ്പെടുത്തില്ല. നിങ്ങളിപ്പോൾ ഈ സർക്കാർ ആശുപത്രിയെ കുറിച്ച് പറഞ്ഞില്ല, മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടമൊന്നും ഇടിഞ്ഞു വീണിട്ടില്ല. അവിടെ 2 ശുചിമുറി മാത്രമേ. എൻ്റെ നാടിന് തൊട്ടടുത്ത സ്ഥലം, ഞാൻ ആ സംഭവത്തിനടുത്ത് പോയ ആളാണ്. അവിടെ ശരിയാണ്, അത് സംഭവിക്കാൻ പാടില്ല. പക്ഷേ സംഭവിച്ചതിന് ശേഷം ഒരു സർക്കാരിനെ അത് ചെയ്ത പ്രവർത്തനങ്ങളിൽ അടങ്ങലും വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സാമൂഹ്യ പ്രവർത്തകർക്ക് പോലും ഇനി അങ്ങോട്ടൊന്നും അടുക്കാൻ പാടില്ല. നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോണം, ഞങ്ങളും അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് നിങ്ങൾ അനുസരിച്ചോടെന്ന് പറഞ്ഞൊരു നരേഷൻ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് രാഷ്ട്രീയ വൈരാഗ്യത്തിന് പേരില്ല. അതായി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ പല ആളുകളും ഒരുപാട് വിഷയങ്ങളിൽ തൊടാതെ ഈ വിഷയത്തിലൊന്ന് അങ്ങയുടെ പൂർണ്ണമായ ഒരു അഭിപ്രായം ഒന്ന് കേൾക്കണം. ഷിജോ എന്തിന് ആത്മഹത്യ ചെയ്തു? ആരാണ് ആത്മഹത്യക്ക് ഉത്തരവാദി? പൊതുസമൂഹമാണോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, പൊതുസമൂഹം എന്ത് തെറ്റിയാനായിട്ടാ? പൊതുസമൂഹത്തിനെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെടാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവമാണ്. അവരെ പിരിച്ചുവിടണം. ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി അതിന് വാണിംഗ് കൊടുത്തു കഴിഞ്ഞു. സസ്പെൻഷൻ എന്ന് പറയുന്നത് ശിക്ഷയല്ല, സസ്പെൻഷൻ എന്ന് പറയുന്നത് സുഖവാസമാണ്. സസ്പെൻഷൻ പിൻവലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ ശമ്പളം കിട്ടും, അവർക്ക് വേറെ തൊഴിലും കൊടുക്കാം. അത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. നമ്മുടെ നിയമം തന്നെ മാറ്റണം. ഈ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ ഇന്നൊരു വില്ലേജ് ഓഫീസറെ പിടിച്ചിട്ടുണ്ട്, കൈക്കൂലി കൊടുത്ത്. അയാളൊരു 3 മാസം കഴിഞ്ഞാൽ തിരിച്ച് ജോലി പ്രവേശിക്കും. അവർക്ക് യൂണിയൻ ഉണ്ട് അവരെ സഹായിക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാം മാറ്റി ഇവർക്കെതിരെ നമ്മളൊരു പൊതുബോധം സൃഷ്ടിക്കണം. ജനങ്ങൾ വിചാരണ ചെയ്യാനെന്ന് ഞാൻ പറയുന്നില്ല, നിയമം കയ്യിലെടുക്കാൻ പാടില്ല. പക്ഷേ ഇതൊരു കൊലപാതകമാണ്. ആ പാവ മനുഷ്യൻ, സർക്കാരിന്റെ റോൾ എന്താണ്? സർക്കാരിന്റെ റോൾ എന്താണ് ഈ കേസിൽ? സർക്കാരിന്റെ റോൾ എന്താണ്? സർക്കാർ തീർച്ചയായിട്ടും സർക്കാരിന്റെ മിഷണറിയിൽക്കകത്ത് എന്തെങ്കിലും അപാധ ഉണ്ടെങ്കിൽ മന്ത്രി പറഞ്ഞ പോലെ അത് റെക്ടിഫൈ ചെയ്യണം. അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടണം. അതിന് ആർക്കാ തർക്കമുള്ളേ? പക്ഷെ സർക്കാരിനെ മാത്രം പിൻപോയിന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഒരു ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾ ജനങ്ങൾക്ക് അനുകൂലമാണോ അല്ലയോ എന്നുള്ളൊരു ജനങ്ങൾക്ക് തിരിച്ചറിയാൻ അവസരം കൊടുക്കണം. എങ്കിലേ അവരും ഇടപെടത്തുള്ളൂ. ഇപ്പൊ ഞങ്ങളൊക്കെ ജീവൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണല്ലോ ശ്രീ റെജി ലൂക്കോസ് ചർച്ച ചെയ്യുന്നത്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെ എന്നതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ആത്മഹത്യക്ക് ശേഷം നമ്മളൊരു സാരോപദേശം നൽകുക എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നിയമം കയ്യിലെടുത്ത് ജനം മുഴുവൻ അങ്ങ് തെരുവിലിറങ്ങി വേറെ എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കുക എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ സർക്കാരിനെ ഓരോ കാലത്തും ജയിപ്പിച്ചയക്കുന്നത് മുൻ സർക്കാരുകൾ, എല്ലാ കാലത്തും ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ, മുൻ സർക്കാരുകളുടെ നടപടിയെ കുഴപ്പം പറയുകയാണെങ്കിൽ അത് തുടരാനല്ലല്ലോ അടുത്തൊരു സർക്കാരിനെ, അടുത്ത ഒരു പുതിയ ആളുകളെ തെരഞ്ഞെടുത്ത് അയക്കുന്നത്. ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയല്ലല്ലോ. സിസ്റ്റം എല്ലാ കാലത്തും ഒരുപോലെയാണ്. സർക്കാരുകൾ മാറി മാറി വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സർക്കാരിനെ കൊണ്ട് എന്താണ് കാര്യന്നേ? അല്ല, സർക്കാരുകൾ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സർക്കാർ 9 വർഷം കൊണ്ട് ചെയ്തിരിക്കുന്ന കർശനമായിട്ടുള്ള നിലപാടുകൊണ്ടാണല്ലോ. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഓരോ ഫയലിലും ഓരോ ജീവിതമാണ് തുടരും. ഇവിടെ പല കൂട്ടയാത്മഹത്യകൾ നടക്കാതിരുന്നത് അതുകൊണ്ടാണ് നടപടികൾ നടക്കുന്നുണ്ട്. പക്ഷേ 3.5 ലക്ഷം ഫയലുകൾ ശ്രീ റെജി ലൂക്കോസ്. അല്ല, അത് ശരിയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാനത് അംഗീകരിക്കുന്നതിനാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തൊരു വീഴ്ച കൊണ്ടൊരു മനുഷ്യന്റെ പ്രശ്നം ഉണ്ടായാൽ ആ ഉദ്യോഗസ്ഥനെ സർവീസിന് പിരിച്ചുവിടുക മാത്രമല്ല, അയാളെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള ചിന്താധികാരമാണ് ഞാൻ. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതും പക്ഷെ നിങ്ങൾ ദയവായിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ്, ഉദ്യോഗസ്ഥന്മാരെ മാക്സിമം നല്ല ഉദ്യോഗസ്ഥന്മാരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. എനിക്ക് പരിചയമുള്ള ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട്, മനുഷ്യർ. പക്ഷേ ഒരു പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ്, സർക്കാർ എംപ്ലോയീസ് 5,05,000 പേരേ ഉള്ളൂ. അവർ തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേണപേക്ഷിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ എങ്ങനെ ഉപദ്രവിക്കുന്നുള്ളതിൽ റിസർച്ച് ചെയ്യുന്നവന്മാരെ അവരെല്ലാം രാഷ്ട്രീയ ചായ്വുള്ളവന്മാരും ഉണ്ട്. ഒരു തർക്കമല്ല കാര്യത്തിൽ. അവർക്ക് നേരെ ഒരു സമൂഹത്തിലെ സാമൂഹ്യ പ്രവർത്തകർ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ഉൾപ്പെടെയുള്ള നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു ആ രാഷ്ട്രീയക്കാരനല്ലേ, ആ വക്കീലല്ലേ, നേതാവെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ ചമയ്ക്കുമ്പോൾ അയാൾക്ക് തണ്ട് കൂടുവാണ്. എനിക്ക് എന്ത് ചെയ്താൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിഭാഗം കൂടെ ഉണ്ടെന്നുള്ളവരും ആ തണ്ടാണ് ഇവന്മാരെ കൊണ്ട് ഈ പാവങ്ങളെ കൊലക്ക് കൊടുപ്പിക്കാൻ കാരണം. നിങ്ങൾ എന്തുകൊണ്ട് ആ സ്കൂളിന്റെ അധികൃതരെ വിമർശിക്കുന്നില്ല? ഞാൻ ഈ വിഷയത്തെ സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങുന്നത്. അത് ശരി, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ തലയിൽ വെക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നു മാനേജ്മെന്റിന്റെ കുഴപ്പമെന്നാണോ? അതൊന്നും അല്ല, ഞാൻ പറഞ്ഞത് അവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാരെ ചാരി ഞാൻ എൻ്റെ ജീവിതത്തിൽ സംസാരിക്കില്ല. കാരണം അത് സ്മൃതിക്ക് തെറ്റിപ്പോയി. കാരണം ADMന്റെ ആത്മഹത്യയിൽ ഉദ്യോഗസ്ഥന്മാരെ, കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ ഇനി ഒരക്ഷരം പോലും മിണ്ടാൻ പറഞ്ഞതിൽ അതിനെ എതിർത്ത് ചർച്ചയിൽ പങ്കെടുത്തവരാണ് ഞാൻ അന്ന് മുതൽ. കാരണം എന്നറിയോ, ഞങ്ങൾക്കൊക്കെ അറിയാം ഈ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ദ്രോഹങ്ങൾ. എല്ലാ ഉദ്യോഗസ്ഥന്മാരൊന്നുമില്ല, ഞാൻ വെള്ളപൂശാൻ പറയുന്നതല്ല, ഇവർ ചെയ്യുന്ന കടും ദ്രോഹങ്ങൾ. പക്ഷേ ഇവരിൽ
ഒരു പിടി ആളുകൾ നല്ലവരുണ്ട്, അവർക്ക് പോലും നാണക്കേട്. ഞങ്ങളോടൊക്കെ എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ, അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങളൊന്നും മറന്നുകൊണ്ട് വിമർശിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്തൊക്കെ ചില പുഴുക്കത്തോലുണ്ട്. നീ ശമ്പളം മേടിക്കണ്ട, ഞാൻ ശമ്പളം മേടിച്ചാൽ മതി, നീ അങ്ങനെ പൈസ കൊണ്ടുപോകണ്ട എന്നുള്ള ചിന്താഗതിയുടെ ദുഷ്ടന്മാർ ഇതിനകത്തോണ്ട്. ഇവരെ പിരിച്ചുവിടണം, ഇവരെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ആരോടാണ് അങ്ങ് പറയുന്നത്? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.